ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് കറണ്ട് അഫെയർ പാർട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അതെല്ലാം ഉപകാരപ്പെട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ആൻസേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത രാജ്യം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ആണ് കേട്ടോ, ബംഗ്ലാദേശ്. രണ്ടാമത്തെ ചോദ്യം, ചിനാംബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആസ്ടെക് സംസ്കാരമാണ്, ആസ്ടെക് സംസ്കാരം. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ബന്ധമില്ലാത്ത. 1663 കൊച്ചി പിടിച്ചെടുത്തു എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗത്തിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് 4ൻ്റെ ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. അഞ്ചാമത്തെ ചോദ്യം, 1857 കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കൻവർ സിംഗ് ആണ് വരുന്നത് കേട്ടോ. 5ൻ്റെ ആൻസർ ഓപ്ഷൻ സി കൻവർ സിംഗ്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, BDAC ആണ്, BDAC ആണ് വരുന്നത് കേട്ടോ. അതിൻ്റെ ആൻസർ 6ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഏഴാമത്തെ ചോദ്യം ജോഗ്രഫി പാർട്ടാണ്. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ആകുന്നു എന്നുള്ളതാണ്. എട്ടാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികളാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, രവി, ബിയാസ്, സത്ലജ് കേട്ടോ, രവി, ബിയാസ്, സത്ലജ്. 8ൻ്റെ ആൻസർ ഓപ്ഷൻ എ. ഒൻപതാമത്തെ ചോദ്യം, അന്തരീക്ഷ പാളിയായ ടോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. ഓപ്ഷൻ ബി ആണ് 9ൻ്റെ ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം, നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഭൂമധ്യ രേഖ കാലാവസ്ഥ പ്രദേശമാണ്. 11, ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നർമ്മദയാണ് കേട്ടോ, ദുന്ദർ വെള്ളച്ചാട്ടം ഓപ്ഷൻ ബി നർമ്മദയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 11ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 12, ട്രൈപ്പനോ സോമിയാസിസ് എന്ന പരാദജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സെറ്റ്സെ ഫ്ലൈ ആണ് വരുന്നത്, സെറ്റ്സെ ഫ്ലൈ ആണ്. 13, അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 14, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പെട്രോളിയമാണ്. 15, ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏതാണ്? ഓപ്ഷൻ എ ആണ്, ദാവോസ് ആണ്, ജനീവയിലെ ദാവോസ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 15A ദാവോസ്. 16, പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 4 ആണ് ശരിയായിട്ടുള്ളത്. അതായത് 1 ലക്ഷം രൂപ വരെ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. അപ്പോൾ 16ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 17, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. 18, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിന് ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം എന്നാണ്? അതിൻ്റെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട്, സാരഥി പ്രവാഹമാണ് കേട്ടോ. 18ൻ്റെ ആൻസർ ഓപ്ഷൻ സി സാരഥി പ്രവാഹമാണ്. 19, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്ര ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? നമ്മളെ സ്യൂർ ഷോട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ മെയിൻ എടുത്ത് പറഞ്ഞാണ് ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയേറിയതാണ്. അത് അതുപോലെ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഡ്രാഗൺ ആണ്, പേടകത്തിൻ്റെ പേര് ഓപ്ഷൻ ഡി ഡ്രാഗൺ ആണ്. 19ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കേട്ടോ. 20ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, KA മുഹമ്മദ് ആണ്. 21, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി എന്നീ 3 തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. 21B. 22, തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസക്കാരായാലാണ് പൗരത്വാപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ എ, 7 വർഷമാണ്. 23, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 42ാം ഭേദഗതിയാണ്. 24, താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ലോട്ടറിയാണ്.
25 സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഇത് നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും കുട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ആസാമാണ് കേട്ടോ. നമ്മളത് പഠിച്ചതാണ്. ആസാമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 26 ക്രമത്തിൽ എഴുതുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1 സി 2 ഡി 3 ബി 4 എ ആണ്. ഓപ്ഷൻ 26 ആൻസർ ഓപ്ഷൻ എ ആണ്. 27 എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ എ ഓപ്ഷൻ എ നേർവഴിയാണ്. 28 ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ജനങ്ങളുടെ കോടതിയാണ് കേട്ടോ. 29 ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. 30 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി പാലക്കാട്, വയനാടാണ്. 31 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി വി എസ് അച്യുതാനന്ദൻ. 32 കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? താഴ്ത്തുന്നിരിക്കുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ ഷാജഹാൻ. നമ്മൾ പറഞ്ഞാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പദവികൾ പഠിച്ചിട്ടേ പോകാവൂന്ന് പറഞ്ഞാണ്. നമ്മൾ അതിൻ്റെ ക്ലാസ്സെല്ലാം ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാ കൂട്ടുകാർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 33 എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത്? ഇത് നമ്മൾ കറണ്ട് അഫയർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആനയറ. 34 കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവാന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. മെഡിക്കൽ കോളേജുകളാണ്. 35 ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗ്ഗമാണ്? ഓപ്ഷൻ ഡി ഷഡ്പദങ്ങൾ കേട്ടോ. 36 കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യമാനന്ദം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണമാണ്. ഇത് നമ്മൾ കേരള പദ്ധതികളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. 37 പെല്ലഗ്ര ഏത് ജീവിവർഗത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ B3. 38 കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജ്ജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശഘടകം ഏതാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ. ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ. 39 എന്താണ്? എംഫീസീമിയ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻ സി സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. അതെല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി സിഗരറ്റ് സ്മോക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 40 AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അടിയന്തരമായ രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസറായിട്ട് വരുന്നത്. 41 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. അതായത് മന്ദരോഗത്തിൻ്റെ രോഗകാരികളാണ് വ്യൂച്ചേറിയ ബാങ്ക്രോഫിറ്റി എന്ന വിരകൾ. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രായപൂർത്തിയായ മന്ദവിരകൾ ലസിക വ്യവസ്ഥ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ ആണ് വസിക്കുന്നത്. അപ്പോൾ 1, 3 ശരിയായിട്ടുള്ളത് കേട്ടോ 41-ൻ്റെ. 42 പരിണത ബലം നെറ്റ് ഫോഴ്സ് 0 ഗ്രാഫ് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 43 പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ശബ്ദ തരംഗമാണ് കേട്ടോ. പിന്നെ 44 ഹർഷണമില്ലാത്തൊരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം ഉപയോഗിക്കുന്നത് ചിത്രീകരിക്കുന്നു. ഈ വസ്തുവിൽ ലഭിക്കുന്ന ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1.2 m/s² ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1.2 ആണ് 44-ൻ്റെ ആൻസർ. 45 സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഇതെല്ലാവർക്കും കിട്ടിക്കാണും. ഓപ്ഷൻ സി ആദിത്യ L1. 46 അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നെനോബൈൻഡ് ഏതാണ്? ഓപ്ഷൻ ഡി മാൽവെയർ ആണ് കേട്ടോ. ഇത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മാൽവെയർ ആണ്. 47 ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 16 ആണ് കേട്ടോ. ഓപ്ഷൻ സി 16 ആണ്. 48 ചോദ്യം. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ 300 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മർദ്ദം 1.3 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 10 ലിറ്റർ ആണ്. താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിൻ്റെ വ്യാപ്തം 2.6 L ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 5 atm ആണ് വരുന്നത്. പിന്നെ 49 ചോദ്യം. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പ് അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2-ൽ നിന്നും വേർതിരിക്കാൻ ഏത് മാർഗ്ഗം ഉപയോഗിക്കാം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാന്തിക വിഭജനമാണ്. 50 കേരളത്തിലെ തീരദേശ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇൽമനൈറ്റ് ആണ്. 51 താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. 52 നമ്മൾ പറഞ്ഞാണ് പ്രധാന പദവികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാണ്.
എന്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മുരളി ചിരോത്ത് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചാണ്. 53 എന്താണ് 2024 പാരാലിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാരാണ്? ഓപ്ഷൻ എ നവദീപ് സിംഗ് ആണ് കേട്ടോ, നവദീപ് സിംഗ്. 54 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തകഴി ശിവശങ്കരൻ പിള്ള 1984. 55 താഴെ ശരിയല്ലാത്തവ കണ്ടെത്തുന്നതാണ്. ഇതിനകത്ത് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2ഉം 4ഉം ആണ് കേട്ടോ. 2ഉം 4ഉം ആണ് ശരിയല്ലാത്ത ഇതായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. ഓപ്ഷൻ ബി ആണ് 55ൻ്റെ ആൻസർ കേട്ടോ. 56 ആദ്യ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ഇല്ലിക്കുന്നാണ്. അടുത്ത 57ാം ചോദ്യം, പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് 1 മാർക്ക് ഷുവറായിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വരുമെന്ന് നമ്മൾ പറഞ്ഞാണ്, ഇന്നത്തെ പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ ആ മാർക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 57 സി ആണ്, 1ഉം 3ഉം ആണ്. സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. 58 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ബി സതീദേവി. അതെല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 59 ഇ ഗവേൺസ് എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇ ഗവേൺസ്. 59 ഡി. 60 താഴെ പറയുന്നവരിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ്? ഹാർഡ് കോപ്പി വളരെ എളുപ്പത്തിൽ കിട്ടില്ല. ഓപ്ഷൻ ബി പ്രിൻ്ററാണ് കേട്ടോ. 61 താഴെ പറയുന്നവയിൽ ലാനിൻ്റെ നിർവചനം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ, ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ്, കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ്. 61 ഓപ്ഷൻ ബി. 62 കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞാണ് നോബൽ സമ്മാനം പഠിച്ചിട്ടേ പോകാതെ 1 മാർക്ക് ഷുവറാണ് എന്ന് പറഞ്ഞാണ്. നമ്മൾ എന്താണ് കോഡ് വെച്ചൊക്കെ പഠിച്ചാണ്. ഫിസിക്സിൽ എന്താണ് നല്ല ഫിസിക്സ് ഉള്ളവർക്ക് നല്ലപോലെ ഫീൽഡ് ചെയ്യാം എന്നുള്ള ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. നല്ല ഫിസിക്സ് ഉള്ളവർക്ക് നല്ലപോലെ ഫീൽഡ് ചെയ്യാം, പക്ഷേ ആ ഫീൽഡിൽ റഫറി കൂടെ കാണുമെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡ് ആൻഡ് ജെഫ്രി ഹിൻഡൻ. നമ്മൾ കോഡ് വെച്ചൊക്കെ പഠിച്ചാണ്. 62 ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അതെല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 63 ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വില്ലോയാണ് കേട്ടോ. 64 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. 65 പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ സെക്ഷൻ 22 ആണ്. 66 വിവരാവകാശ നിയമം ആദ്യമായി പാസ്സാക്കിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി സ്വീഡനാണ്. 67 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം NWP ആക്ട് പ്രകാരം വൃദ്ധസദനങ്ങളെക്കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത്? ഓപ്ഷൻ എ അധ്യായം 3 ആണ്. 68 നമ്മൾ പറഞ്ഞതാണ് 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ടാണ്. 69 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ് കേട്ടോ. 70ാമത്തെ ചോദ്യം ചെറിയൊരു സംശയമുണ്ട്, ഡൗട്ടുണ്ട്, നമുക്കത് നോക്കിയിട്ട് പറയാം. ഗാർഹിക പീഡന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ആരാണെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥനും സംരക്ഷണ ഉദ്യോഗസ്ഥനുമാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെന്നുള്ളൊരിത് വന്നു. അപ്പോൾ ഓപ്ഷൻ 2ഉം ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. 71ാമത്തെ ഇനി മാത്സ് ആണ് പറയുന്നത്. മാത്സ് ആൻസർ പറയുവാണ്. 71ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 10 AM ആണ് കേട്ടോ. 72ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 0.15 ആണ്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 30 മീറ്റർ/സെക്കൻഡ് ആണ് വരുന്നത്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 20 ദിവസമാണ് വരുന്നത്. 75ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 76 ഒറ്റയാണ് ഓപ്ഷൻ സി 36 ആണ് വരുന്നത്. 77ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 120 ആണ് വരുന്നത്. 78 ഓപ്ഷൻ ബി NIK ആണ് വരുന്നത്. 79 ഓപ്ഷൻ സി 12/5/2023 ആണ് വരുന്നത്. 80ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 29 ആണ് വരുന്നത്. 81ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് എന്നാണ് വരുന്നത്. 82ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡസ് ഷീ ആണ്. ഷീ സെൽഡം ഗോസ് ഔട്ട്, ഡസ് ഷീ എന്നാണ് വരുന്നത്. 83ൻ്റെ ആൻസർ റോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ന്യൂ ലാംഗ്വേജസ് എന്നാണ്. ഓപ്ഷൻ ബി ഇൻ ആണ് വരുന്നത്. 84ൻ്റെ ആൻസർ വരുന്നത് ചേഞ്ച് ദ ഫോളോയിങ്
ആക്റ്റീവ് ടു ചൂസ് യുവർ ആൻസർ ഫ്രം ദ ഗിവൺ അതായത് ആക്റ്റീവ് ഫോമിൽ നിന്ന് പാസീവ് ഫോമിലാണ്. മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. ഇതിൻ്റെ ആൻസർ ഇന്ന് ഓപ്ഷൻ സി ആണ്. ദ പിക്ചർ ഹാസ് വരുന്നുണ്ട്, ഹാസ് ബീൻ വരും. ഓപ്ഷൻ സി ആണ്. ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ എന്നാണ് വരുന്നത്. 85 വൈഡ് മീൻസ് ദ സെയിം ആസ്. ഓപ്ഷൻ ഡി ബ്രോഡ് ആണ് വരുന്നത്. 86 വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് വെദർ ഈസ് ബാഡ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ കാൾ ഓഫ് ആണ് വരുന്നത്. 87 കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഓപ്ഷൻ സി ആർഗ്യുമെൻ്റ് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 88 റിപ്പോർട്ടർ സ്പീച്ചിലോട്ടാക്കുമെന്നുള്ളത്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ് എന്നാണ് വരുന്നത്. 89 വെൻ ഹെർ മദർ അറൈവഡ് ഇഷ ഹാഡ് ഫിനിഷ്ഡ് എന്നാണ്. അറൈവഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആവുന്നുണ്ട്, എന്താണ് വരുന്നത്, അറൈവഡ് വന്നുകൊണ്ട് തന്നെ ഇഷ ഹാഡ് ഫിനിഷ്ഡ് ദ ലൗണ്ടറി എന്നാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഹാഡ് ഫിനിഷ്ഡ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 89. 90ൻ്റെ ആൻസർ അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ്. ഓപ്ഷൻ ബി ആണ് 90ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 91 ഇനി മലയാളമാണ്. 91ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലര് വിസ്തൃതമാകുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 92ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 93 ഓപ്ഷൻ സി ആണ്. അമ്മ ജനിതാവ് എന്നാണ് വരുന്നത്. 94ൻ്റെ ആൻസർ ഓപ്ഷൻ ബി പ്രേക്ഷകനാണ് വരുന്നത്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൺപ്ലസ് നീറാണ്, കണ്ണീറാണ് വരുന്നത്. 96ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ഉം 4 ആണ്. 1 ഉം 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 ഉം 3 ആണ്. ഓപ്ഷൻ സി ആണ് 97ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 98 ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും കേട്ടോ. 99ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സഹോദരിയുടെ മകനാണ്. ഫാഗിനയൻ സഹോദരിയുടെ മകനാണ്. 99 ഡി ആണ്. 100ാം ചോദ്യം വ്യത്യസ്തമായ സമാസമുള്ള പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. മരപ്പൊടിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പെട്ടെന്നൊരു ആൻസർ കീ തയ്യാറാക്കിയതാണ്. അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ്. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. അപ്പം നമ്മൾ ഈ ഒരു ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ കറണ്ട് അഫയർ ടോപ്പിക്സ് നമ്മൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ മൊത്തമാണ് വന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറണ്ട് അഫയർ സീരീസ് നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കറണ്ട് അഫയർ ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം മാക്സിമം നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിനായാലും കറണ്ട് അഫയേഴ്സ് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. എത്ര മാർക്കുണ്ടെന്ന്, അതുപോലെ തന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയെടുത്തോളം എക്സാം വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാമാണ്. ഒരു എബോ ആവറേജ് നിൽക്കുന്നൊരു എക്സാമാണ്. അപ്പം പോളും കാര്യങ്ങളും എല്ലാം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇടുന്നതാണ്. ഈ എക്സാമിൻ്റെ മാർക്കിനെ സംബന്ധിച്ച് അതൊക്കെ വെച്ച് നമുക്കൊരു അനാലിസിസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.